ഹായ് ഹലോ അങ്ങനെ ആഘോഷങ്ങളുടെ പെരുമഴക്കാലം അവസാനിക്കുന്നതേ ഇല്ല, ഞങ്ങൾക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും മധുരംകളിൻ്റെയും ഹൽദിയുടെയും കബേർഡ് സെറ്റിങ്ങിൻ്റെ എല്ലാം വീഡിയോ ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഹന്തിയും സംഗീതം കൂടെ ഒരുമിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നൊക്കെ കുറേശ്ശെ എടുത്തിട്ട് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ കല്യാണം മാത്രമല്ല, ഇനി അടുത്ത വീണ്ടും കല്യാണമുണ്ട്. അങ്ങനെ എന്തായാലും കല്യാണങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെയാണ് ഈ ഡിസംബർ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതെ, ഞങ്ങൾ മെഹന്തിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ അങ്ങനെ മെഹന്തി ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ചേർന്ന് ഞാൻ ഓടി നടന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല അതിമനോഹരമായിട്ടാണ് അവിടെ മെഹന്തി ഇടാൻ വന്നവർ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോഴത്തെ സൈഡ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കല്യാണ പെണ്ണിനെ മെഹന്തി ഇടുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവളുടെ ഇങ്ങനെ കൈയും കാലുമായിട്ട് മെഹന്തി ഇടുന്നുണ്ടായിരുന്നു. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഗീതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഇത് അടുത്ത സംഗീതിന് വേണ്ടിയിട്ട് വേഗം തന്നെ റെഡിയായി നമ്മൾ എല്ലാവരും കൂടെ വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും നേരെ നമ്മൾ വന്ന് സ്റ്റേജിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുത്തിയിരിപ്പായി. അതായത് എന്താണ് ഇനി അടുത്ത പരിപാടി എന്നാണ്. അപ്പോഴത്തേക്ക് പെണ്ണിൻ്റെ എൻട്രി ആയി. അങ്ങനെ സഞ്ജനയ്ക്ക് കുറച്ച് പാട്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ബട്ടർഫ്ലൈയിൽ ഇങ്ങനെ ഹാർട്ടിലിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ നന്നായിട്ട് ചെറുക്കൻ്റെ നേരെ പാട്ട് പാടിയൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേശ്ശെ വീഡിയോ ഒന്നും ഞാൻ എടുത്തതായിരുന്നില്ല. എന്തായാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഡിയോ ഒക്കെ കിട്ടിയ തട്ടിക്കൂട്ടിയൊക്കെ സെറ്റാക്കി വെച്ചു. അതിമനോഹരമായിരുന്നു, പറയാനാണെങ്കിൽ വാക്കുകളെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴേ നല്ല രസമായിരുന്നു എന്തായാലും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അടുത്ത കുട്ടികളുടെ പരിപാടിയും വലിയവരുടെ പരിപാടിയും അങ്ങനെ ഒന്നും പറയണ്ട. എന്തായാലും അച്ചുവിൻ്റെയും ചിക്കുവിൻ്റെയും ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോരുത്തർക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാനും വിജയൊക്കെ കളിക്കുന്ന ഒരു ഡാൻസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ബോയ്സിൻ്റെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, ഗേൾസിൻ്റെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ കേരള ഗ്യാങ്ങിൻ്റെയാണ് ഈ ഡാൻസ് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ പാട്ടിട്ട് പിന്നെ അർമാദിക്കലായിരുന്നു ജോലി. കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കേ അത് തന്നെയാണല്ലോ. അപ്പോൾ ഒരുവിധം ഈ പരിപാടികളുടെ എല്ലാം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.